സെറ്റാവാ. ഞങ്ങൾ നോക്കിക്കൊണ്ട് ഞാൻ എഴുതിക്കോളാം. എന്താ പറ്റിയ എനിക്ക്? കണ്ടതല്ലേ, ഞാൻ ക്ലാസ്സിൽ കയറി വന്നപ്പോ അവര് ആരും ശ്രദ്ധിക്കണില്ല. ആർക്കും നോട്ട് ചെയ്തണ്ട, എനിക്ക് മാത്രം എഴുതേണ്ടതാണ്. ഒരു ക്ലാസ് ആകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും, നമുക്കത് ശരിയാക്കാം. ഇന്നങ്ങനെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും അവർക്ക് എഴുതാൻ. നീ വിഷമിക്കണ്ട, ഞാൻ അവരോട് സംസാരിക്കാം. നീ വന്നു, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒരു വിഷമിച്ച് നിങ്ങളൊരാളൊരു കുട്ടി ക്ലാസ്സിൽ നോട്ട് തരാൻ വന്നു. നിങ്ങളെങ്ങനെയാ അവളോട് പെരുമാറുന്നത്? നിങ്ങൾ അവരുടെ സ്ഥാനത്ത് നിങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളൊരാളോടെ വന്ന് നിൽക്കണം. നമ്മളാ ഒരാളെ കളിയാക്കിയില്ലെങ്കിലും നമ്മുടെ ഒപ്പമുള്ളവരെ നമ്മൾ ബഹുമാനിക്കാനായിട്ട് പഠിക്കണ്ടേ? അവൾക്ക് എന്തുമാത്രം വിഷമായി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. സോറിഡി, അവള് പറഞ്ഞപ്പോഴേക്ക് മനസ്സിലായി. ഞങ്ങള് അപ്പൊ അതൊന്നും ആലോചിച്ചില്ല. നിനക്ക് വിഷമായി, സോറിട്ടാ. അത് കുഴപ്പമില്ല. ബത്ലഹേമിലെ നക്ഷത്രം ജ്ഞാനികൾക്ക് വഴികാട്ടിയായി അവർക്ക് മുമ്പേ നടന്നു. ഉണ്ണിയേശുവിന്റെ അടുക്കിലേക്ക് അവരെ എത്തിച്ചതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലും ഒരു വഴികാട്ടിയെ ഒരു നക്ഷത്രമായി അല്ലെങ്കിൽ ഒരു നക്ഷത്ര തിളക്കമായി നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്നുണ്ട്. അവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ ഒരു ചുമതല. പ്രശ്നങ്ങളും സങ്കീർണതകളും ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ കൂടി സാധ്യമല്ല. അവിടെ ദൈവം നമുക്കായി വഴിയൊരുക്കി അല്ലെങ്കിൽ നമുക്കൊരു നക്ഷത്രമാകുന്ന വഴികാട്ടിയായി അയക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ഒരു സുഹൃത്തിനെയാകാം, അല്ലെങ്കിൽ ആരെങ്കിലും നൽകുന്ന ഒരു നല്ല ഉപദേശത്തിന്റെ രീതിയിലാകാം. അതുമല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ദൈവം തരുന്ന ഒരു സമാധാനത്തിന്റെ ചിന്തയാകാം.